Welcome, my dear students, to our next class of Management Theory and Organization Behavior. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു പുതിയ ക്ലാസ്സിലേക്ക് കയറുകയാണ്. ഹോപ്പ് നിങ്ങളത് കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ട് നന്നായി പഠിച്ച് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കിതൊക്കെ നന്നായി അറിഞ്ഞു പോകേണ്ട ടോപ്പിക്കുകളാണ് കേട്ടോ, മനസ്സിലാക്കി. കാരണം ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എസ്സയോ അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ടുഡേ വി ആർ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒ ബി എന്നുള്ള ഹെഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങളും മീനിങ്, ഡെഫിനേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻഡ് വി ഹാവ് ഓൾസോ ജസ്റ്റ് മെൻഷൻ അബൌട്ട് ദി ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് ഒ ബിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. In today's class we are going to discuss in detail the historical evolution of OB. ഒ ബി എന്നുള്ള നിലയ്ക്ക് ഒ ബി ഒരു ഡിസിപ്ലിൻ എന്നുള്ള നിലയ്ക്ക് അതിൽ എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയുമ്പോൾ, ഈ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ, അതായത് ഞാൻ ചില ഭാഗങ്ങൾ ഇല്ലേ, ഞാൻ ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ അതേ ഇഫക്റ്റ് ഈ ക്ലാസ് കൊണ്ടുകൊണ്ട് കിട്ടും. സെയിം ആണ് അവിടെ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. അവിടെയും ക്ലാസിക്കൽ എറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ, അതുകൊണ്ടുമാണ് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്ത് വിട്ടത്. കാരണം ഇത് ഇവിടെ വരുമ്പോൾ നമുക്കതിന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് കമ്പയർ ഇറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, ഹിസ്റ്റോറിക് എവല്യൂഷൻ. ഐ ആം ഷോയിങ് സ്ലൈഡ്സുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. സ്ലൈഡ്സിന് കറക്റ്റായിട്ട് ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ, ലെക്ചർ നോട്ട്സ് ആക്കിയിട്ട്. അത് സ്ലൈഡ് ഉണ്ടല്ലോ എന്നൊന്നും വിചാരിക്കരുത്, ലാസ്റ്റ് ടൈമിൽ തപ്പുമ്പോൾ ഒന്നും കിട്ടില്ല. അപ്പോൾ ക്ലാസ് കാണാം, ഒപ്പം എഴുതി വയ്ക്കാം കേട്ടോ. അപ്പോൾ നോക്കാം, ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് ഒ ബി ആസ് എ ഡിസിപ്ലിൻ. മെനി പീപ്പിൾ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഒ ബി എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇന്നത്തെ ഒരു നിലയ്ക്ക് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 5 എറാസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന എറ എന്ന് പറയുന്നത് ഏർലി തിയറിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. എന്താണ് ഏർലി തിയറിസ്റ്റ്? അപ്പോൾ അതിൽ മെയിൻ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ആഡം സ്മിത്ത്സ് കോൺട്രിബ്യൂഷനാണ്. ആഡം സ്മിത്ത് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ അറിയുന്നതാണ് ആഡം സ്മിത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ അതിങ്ങനെ തന്നെ ഹിസ്റ്ററി എപ്പോഴും ഇങ്ങനെ തന്നെ, ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തോളും. ഏത് റെഫറൻസ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കോളും. ഞാനത് എളുപ്പത്തിന് വേണ്ടി സ്ലൈഡുകളാക്കി കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതിൽ ആദ്യം ഏർലി തിയറിസ്റ്റിലെ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആഡം സ്മിത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇൻ ദ വെൽത്ത് ഓഫ് നേഷൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് പബ്ലിഷ്ഡ് ഇൻ 1776. ആഡം സ്മിത്ത് സ്റ്റേറ്റഡ് ദാറ്റ് organizations and society would benefit if they practice division of labor. അപ്പോൾ അങ്ങനെയാണ് ഇതിങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് മനസ്സിലാക്കാം കേട്ടോ, ഒ ബിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള വർക്കിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓർഗനൈസേഷൻസ് ആയാലും ശരി, ഓർഗനൈസേഷനാണ് സൊസൈറ്റിയിലുണ്ട് അല്ലേ, സൊസൈറ്റി ആയാലും ശരി, ഒരുപാട് ബെനിഫിറ്റ് അവർക്ക് കിട്ടും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ. ആൻഡ് വാട്ട് ഈസ് ഡിവിഷൻ ഓഫ് ലേബർ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, അതായത് സ്പെഷ്യലൈസേഷൻ, വർക്ക് സ്പെഷ്യലൈസേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാനേജ്മെൻറ്റിൽ ആദ്യം വൺ ഓഫ് ദി പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്നൊക്കെ പറയുന്നത് അല്ലേ. അതായത് ഓരോരുത്തർക്കും ഒരേ ജോലി മാത്രം കൊടുക്കുക, അവരത് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, ദേ വിൽ ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ ആ ഒരു ഡിവിഷൻ ഓഫ് ലേബർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ബെനിഫിറ്റ് ഓർഗനൈസേഷനും സൊസൈറ്റിക്കും കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഡിവിഷൻ ഓഫ് ലേബർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് productivity by improving the workers' skill and expertise and thereby saving time. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾക്ക് ഒരു പണി തന്നെ അയാൾ എന്നും ചെയ്യാം, ഹി വിൽ ബിക്കം എക്സ്പേർട്ട് അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ നിങ്ങളുടെ ഈ പേപ്പർ എല്ലാ വർഷവും ഞാനിത് തന്നെ എടുക്കാം. ഒരു 2, 3, 4 വർഷമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ മീ അല്ലേ. എനിക്ക് വളരെ എളുപ്പമാണ്. ഭയങ്കരമായിട്ടുള്ള ഫർദറായിട്ട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ റെഫർ ചെയ്താൽ മതി. ബാക്കിയില്ല, ഇതിൽ അങ്ങനെ ഭയങ്കര മാറ്റങ്ങളൊന്നും വരില്ല. ഈവൻ സിലബസിലാവും ചിലപ്പോൾ മാറ്റങ്ങൾ വരിക. ചിലത് അഡീഷണൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലത് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ ആ തിയറീസ് ഒന്നും മാറാനൊന്നും പോകുന്നില്ല. അപ്പോൾ കണ്ടോ, ഞാൻ അതിൽ എന്ത് ചെയ്യുന്നു, ഐ വിൽ ബിക്കം എൻ എക്സ്പേർട്ട് ആവാൻ സാധിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വർക്കർ എന്താവും, അവർക്കുള്ള സ്കില്ല് കൂടുന്നു, അയാൾ വളരെ എക്സ്പേർട്ട് ആകുന്നു. അങ്ങനെ എന്ത് ചെയ്യാം, പ്രൊഡക്ടിവിറ്റി കൂട്ടാം. ഒട്ടും ലാപ്സ് ഓഫ് ടൈം അവിടെ ഇല്ല. കാരണം അയാൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, വരുന്നു, അയാൾ ജോലി ചെയ്യുന്നു. കാരണം ചെയ്ത് എന്താണ്, പ്രാക്ടീസ് മേക്സ് മെൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ. ക്ലിയർ? അയാളതിൽ പെർഫെക്റ്റ് ആകുന്നു, അയാളുടെ ജോലിയും ലാഭിക്കും. ഒരു ഡൗട്ടും ഇല്ല ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ലാതെ അയാൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ആഡം സ്മിത്ത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഏർലി തിയറിസ്റ്റിലെ കോൺട്രിബ്യൂഷൻ ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, നോട്ട് ചെയ്ത് വയ്ക്കുക, അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, ഡിവിഷൻ ഓഫ് ലേബർ. ഇനി അവിടുത്തെ രണ്ടാമത്തെ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ചാൾസ് ബാബേജ് എന്നാണ്.
ഓക്കെ, ഞാനിതൊരു ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഞാൻ ഗൂഗിൾ മീറ്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വർക്ക് ഓഫ് ചാൾസ് ബാബേജ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹി ആഡഡ് സം മോർ അഡ്വാൻറ്റേജസ് ടു ദ ലിസ്റ്റ് ഓഫ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ പ്രൊപ്പോസ്ഡ് ബൈ ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബറിലേക്ക് അദ്ദേഹം എന്താ ചെയ്തത്, കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആഡ് ചെയ്തു. അദ്ദേഹം ഇത് നല്ലത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അതിന് ഇദ്ദേഹം പറയുന്ന പ്രൊഡക്ടിവിറ്റി ആഡം സ്മിത്ത് പറയുന്ന പ്രൊഡക്ടിവിറ്റി കൂട്ടുക മാത്രം എന്നുള്ളതല്ല, പകരം അതിന് ഇതിലും നല്ല നല്ല അഡ്വാൻറ്റേജസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അതിൽ പറയുന്നത്, ഇറ്റ് ഡിക്രീസസ് ദ ടൈം നീഡഡ് ടു ലേൺ എ ജോബ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ചാൾസ് ബാബേജിൻ്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന, ഒരു ജോലി പഠിച്ചെടുക്കാനുള്ള സമയം എന്ത് ചെയ്യാൻ ലാഭിക്കാം. കാരണം ഒരു ജോലി ഒരാൾ പഠിച്ച് അയാൾ അതന്നെ ചെയ്യുന്നു, പിന്നെ ഇയാളെ പുതിയൊരു ജോലി പഠിപ്പിക്കണമെങ്കിൽ ടേക്സ് ടൈം അല്ലേ, അയാൾ ആ പുതിയ ജോലി പഠിച്ച് അതിൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇപ്പോൾ ചാൾസ് ബാബേജ് പറഞ്ഞത് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ പ്രാക്ടീസ് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ പുതിയ ജോലി പഠിപ്പിക്കാനുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാം, അത് കുറയ്ക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇറ്റ് റെഡ്യൂസസ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സ് അല്ലേ. പുതിയൊരു ജോലി പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പുതിയൊരു വർക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ എന്ത് ചെയ്യാം, വേസ്റ്റ് ആവും അല്ലേ. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അളവ് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, പുതിയൊരു സബ്ജക്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റേജ് ആണ്. എന്ത് ചെയ്യണം, ആദ്യം തന്നെ ആ ബുക്സ് റെഫർ ചെയ്ത് ഒരു നോട്ട് ഉണ്ടാക്കണം, ലെക്ചർ നോട്ട് ഉണ്ടാക്കി നമ്മൾ കൃത്യമായി പഠിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ കുറേ അല്ലേ ഒരു സമയം നമ്മുടെ പോവാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പുതിയ ജോലി പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ സമയം പോവും. ഈ അങ്ങനെ പുതിയ ജോലി പഠിപ്പിക്കുന്നതിനിടയിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് വേസ്റ്റേജ് വരാനുള്ള എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം അഡ്വാൻറ്റേജ് പറഞ്ഞത് എന്താണ്, ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരികയാണെങ്കിൽ ഒരു എംപ്ലോയിഡ് അല്ലെങ്കിൽ വർക്കറുടെ സ്കിൽ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാം. കാരണം അയാൾ അതിൽ തന്നെ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പോൾ അയാൾ ആ ഒരു കഴിവ്, ആ സ്കില്ല് തന്നെ എന്ത് ചെയ്യാം, അത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. പീപ്പിൾ സ്കിൽസ് ആൻഡ് ഫിസിക്കൽ എബിലിറ്റീസ് വിത്ത് സ്പെസിഫിക് ടാസ്ക് എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല ഒരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എബിലിറ്റീസ് അങ്ങനെയുള്ളത് എന്ത് ചെയ്യാം. പിന്നെ അദ്ദേഹം പറയുന്ന അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് മാച്ചസ് എന്ത് ചെയ്യും, മാച്ച് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടാവില്ല, സ്ലൈഡിൽ ഒരു വര വന്നു പോയിട്ടുണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇറ്റ് മാച്ചസ് പീപ്പിൾ സ്കിൽസ് ആൻഡ് ഫിസിക്കൽ എബിലിറ്റീസ് വിത്ത് സ്പെസിഫിക് ടാസ്ക്. ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ഒരു സ്പെസിഫിക് ടാസ്ക്, ഒരു പ്രത്യേക ടാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, പീപ്പിൾ സ്കിൽസ് ആൻഡ് അത് ചെയ്യാനുള്ള അതായത് അതിന് കുറച്ച് ഫിസിക്കൽ എബിലിറ്റി ഉണ്ടായില്ല, അത് രണ്ടും എന്ത് ചെയ്യും മാച്ച് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. അതായത് പുതിയത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു പുതിയൊരു ജോലി തരുമ്പോൾ ഒരു സ്പെസിഫിക് ടാസ്ക് ഒരാൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹി വിൽ ബിക്കം എക്സ്പേർട്ട് ഇൻ ദിസ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു സ്പെസിഫിക് ടാസ്ക് ആണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആ വ്യക്തിയുടെ പേഴ്സണൽ സ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ആ ജോലി ചെയ്യാനുള്ള ഫിസിക്കൽ എബിലിറ്റി, ആ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ള ഫിസിക്കൽ എബിലിറ്റി എന്ത് ചെയ്യാം, മാച്ച് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് ചാൾസ് ബാബേജ് പറയുന്നത്. ഇതാണ് ഈ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷനാണ് ഇതിലേക്കുള്ളത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏർലി തിയറിസ്റ്റിൽ പറയുന്നത് ആഡം സ്മിത്തും ചാൾസ് ബാബേജ്. ക്ലിയർ. ആൻഡ് ദ സെക്കൻഡ് എറ എന്ന് പറയുന്നതാണ് ദ ക്ലാസിക്കൽ എറ. അപ്പോൾ ഇവരുടെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു കാലഘട്ടം ഹിസ്റ്ററി തുടങ്ങുകയാണ്. ഇതിന് ക്ലാസിക്കൽ എറ എന്നാണ് പറയുന്നത്. ക്ലാസിക്കൽ ഇറ കവേഴ്സ് ദ പീരീഡ് ഫ്രം 19,000 ടു മിഡ് 1936. അതായത് 90s തുടങ്ങി ഒരു 1930s വരെയുള്ള ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത് ക്ലാസിക്കൽ എറ. അപ്പോൾ ആ പീരീഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ അപ്പോൾ ഓർത്ത് ഇപ്പോഴാണ് 90,000 തൊട്ട് 1930s വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ക്ലാസിക്കൽ എറ എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഏർലി തിയറിസ്റ്റ് 1776 ഒക്കെയാണ്, 90s എത്തിയിട്ടില്ലേ, 17s കാര്യങ്ങളായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറേ പേരുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. FW ടൈലർ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഹെൻറി ഫയോൾ, മാക്സ് വെബർ, മേരി പാർക്കർ ഫോളറ്റ്, എല്ലാ പേരുകളും നമുക്ക് കേട്ടറിവുകൾ തന്നെയാണ്. ചെസ്റ്റർ ബർണാർഡ്, ഇവർ 5 പേരാണ് ഈ ക്ലാസിക്കൽ എറയിലെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ്. ഇനി എന്തൊക്കെയാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ഫ്രെഡറിക് ടൈലർ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം ഈ ഒരു ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹിസ് മെയിൻ ഫോക്കസ് വാസ് ഓൺ ഫൈൻഡിങ് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ്. അദ്ദേഹം എന്തിലാണ് ഫോക്കസ് ചെയ്തത്, അതായത് ഒരു ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഏതാണ്, അദ്ദേഹം അതിനെക്കുറിച്ചിട്ടാണ് സ്റ്റഡി നടത്തിയത്. അതായത് ഒരു ജോലി ചെയ്യാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ടായിരിക്കാം, അതിൽ ഏറ്റവും നല്ലത് ഏതാണ്, അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഒരു
അതുകൊണ്ടാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ഓൺ സെലക്ടിങ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ് ആൻഡ് ട്രെയിൻ ദം ടു ഡു ദ ജോബ് ഇൻ വൺ ബെസ്റ്റ് വേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, അതായത് ഒരു ജോലി എത്ര നന്നായി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടൊരു വഴി എന്ന് പറയുന്നത് ശരിയായ ജോലിക്ക് ശരിയായ ഒരാളെ നിയമിക്കുക. അതായത് അതാത് ക്വാളിഫിക്കേഷൻ, അതാത് അതിനെക്കുറിച്ച് നല്ല അറിവുള്ള, പറയുന്നത് ഇങ്ങനെയാണ്, റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. അല്ലാതെ ഒട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അക്കൗണ്ട് പണി ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടൻസി ഒന്നും അറിയാത്ത ഒരാളെ വെക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല അല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു അക്കൗണ്ടിങ് ജോലി ചെയ്യണമെങ്കിൽ അക്കൗണ്ടിങ് അറിയുന്ന ഒരു വ്യക്തി, അതാണ് റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ് എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ദാറ്റ് ഈസ് ട്രെയിൻ ദം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കാം, അതെങ്ങനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാം എന്ന രീതിയിൽ ഫോക്കസ് അത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് അറിയാലോ നമുക്ക് FW ടൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമുക്കറിയാം സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് highlighted the following principle. ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുക അല്ലേ FW ടൈലറിനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ പ്രിൻസിപ്പിൾസ് ഈ പറയുന്ന പോയിന്റ്സ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വായിച്ചേ പോളൂ കേട്ടോ, കാരണം അതൊക്കെ നമ്മൾ ഡീറ്റെയിലിൽ പഠിക്കുന്നതാണ്. ഫോളോയിങ് പ്രിൻസിപ്പിൾസിനാണ് അദ്ദേഹം സ്ട്രെസ് കൊടുത്തതെന്നാണ് പറയുന്നത്. ഷിഫ്റ്റ് ഓൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഓർഗനൈസേഷണൽ വർക്ക് ഫ്രം വർക്കർ ടു മാനേജർ. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞൊരു ആദ്യത്തെ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഓർഗനൈസേഷണൽ വർക്കിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, ഷിഫ്റ്റ് ഓൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഓർഗനൈസേഷണൽ വർക്ക് ഫ്രം വർക്കർ ടു മാനേജർ. ഫുൾ റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കുക, മാനേജർ ഏറ്റെടുക്കുക. വർക്കറുടെ റെസ്പോൺസിബിലിറ്റി അല്ല, ഇറ്റ് ഇസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജർ എന്നാണ് പറയുന്നത്. ഒരാൾ ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അത് വർക്കറല്ല നോക്കേണ്ടത്, അത് ആര് നോക്കണം, ആ എല്ലാ ചുമതലയും ആർക്ക് കൈമാറുക, ഷിഫ്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ടു ദ മാനേജർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഒരു വ്യക്തി അയാളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് സയൻറ്റിഫിക് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. യൂസ് സയൻറ്റിഫിക് മെത്തേഡ്സ്, അല്ലാതെ വെറുതെ ഒന്നും നോക്കരുത്, കുറച്ച് സയൻറ്റിഫിക് മെത്തേഡ്സുകളുണ്ട്, അത് യൂസ് ചെയ്തുകൊണ്ട് ടു ഫൈൻഡ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ഓഫ് ഡൂയിങ് വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണെന്ന് അറിയാനായിട്ട് കുറച്ച് വെറുതെ വേഗമായിട്ട് എന്തെങ്കിലും ഇത് നല്ലതാണ് അത് നല്ലതാണെന്ന് പറയാതെ അതിന് വേണ്ടി ചില സയൻറ്റിഫിക് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം. സെലക്ട് ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡു ദ ജോബ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഉണ്ട്, അങ്ങനെ ഏറ്റവും നല്ല വഴി കണ്ടെത്തി ആ ചെയ്യാനുള്ള ഏറ്റവും നല്ല വ്യക്തിയെയും കണ്ടെത്താം. അപ്പോൾ ഒരു വേസ്റ്റേജ് ഓഫ് ടൈമൊന്നും അവിടെ വരുന്നില്ല. പിന്നെ എന്താണ്, അതനുസരിച്ച് എന്ത് ചെയ്യണം, ആ വ്യക്തിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യുക, ഈ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാം. ട്രെയിൻ ദ വർക്കർ ടു ഡു ദ വർക്ക് ഇഫക്റ്റീവ്ലി. ആ വർക്ക് ഇഫക്റ്റീവ്ലി ചെയ്യാനുള്ള എല്ലാവിധ ട്രെയിനിങ് കൊടുക്കുക. ആൻഡ് എന്ത് ചെയ്യണം, ഒബ്സർവ് ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ വർക്ക് മെത്തേഡ്സ് ആർ യൂസ്ഡ് ആൻഡ് കറക്റ്റ് റിസൾട്ട്സ് ആർ ഒബ്റ്റെയിൻ. എന്നിട്ട് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ആ വർക്കറിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ പറഞ്ഞ വർക്ക് അയാൾ ആ രീതിയിൽ തന്നെയല്ലേ ചെയ്യുന്നത്, അത് ഇനി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉടനടി ഇത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ കൺട്രോളിംഗ് എന്നുള്ളത് ഭയങ്കരമായിട്ട് അവിടെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ. ഒബ്സർവ് ദ പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ വർക്ക് മെത്തേഡ്സ് ആർ യൂസ്. പ്രോപ്പറായിട്ടുള്ള വർക്ക് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ആൻഡ് അതനുസരിച്ചിട്ട് കറക്റ്റ് റിസൾട്ട്സുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് റിസൾട്ട്സ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതും എന്ത് ചെയ്യണം, ഹി ഹാസ് ടു ചെക്ക് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് ആരുടെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു അദ്ദേഹം. ഫ്രെഡറിക് ടൈലർ പറഞ്ഞത് തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കണം, മാനേജർക്ക് കൊടുക്കണം. മാനേജർ അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം, ഇയാൾ കൃത്യമായിട്ട് തന്നെയല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്, കൃത്യമായിട്ടുള്ള റിസൾട്ട്സ് തന്നെ കിട്ടുന്നില്ലേ എന്നുള്ളത് ഉറപ്പാക്കണം എന്നാണ് ഫ്രെഡറിക് ടൈലർ പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് കോൺട്രിബ്യൂട്ടർ ഓഫ് ദിസ് എറ എന്ന് പറയുന്നത് ഏതാണ്, ദ ക്ലാസിക്കൽ എറ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഓഫ് ഹെൻറി ഫയോൾ എന്നുള്ളതാണ്. ഹെൻറി ഫയോൾ നമുക്ക് കേട്ട് പരിചയമുള്ള എല്ലാം കേട്ട് പരിചയമുള്ള പേരാണ്. ഹി വാസ് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഹി വാസ് എ മൈനിങ് എഞ്ചിനീയർ ആൻഡ് എ മാനേജർ ബൈ പ്രൊഫഷൻ. അതായത് അദ്ദേഹം ഒരു മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു ആൻഡ് ഒരു മാനേജർ ബൈ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഹി ഡിഫൈൻഡ് ദ നേച്ചർ ആൻഡ് വർക്കിംഗ് പാറ്റേൺ ഓഫ് 20th century ഓർഗനൈസേഷൻ ഇൻ ഹിസ് ബുക്ക്. അപ്പോൾ അദ്ദേഹം 20th centuryയിലെ വർക്കിംഗ് പാറ്റേൺ ഇങ്ങനെയാണ് അവിടുത്തെ വർക്കിംഗ് പാറ്റേൺ ആവേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് പബ്ലിഷ്ഡ് ഇൻ 1916. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 19,000 തൊട്ട് 1930s വരെയുള്ള കാലഘട്ടങ്ങളാണ്. അങ്ങനെ 1916 അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കായിട്ടുള്ള ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദ നേച്ചർ ആൻഡ് ദ വർക്കിംഗ് പാറ്റേൺ. 20th centuryയിലെ ഒരു വർക്കിംഗ് പാറ്റേണിൻ്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഹി മെൻഷൻ ഇൻ ഹിസ് ബുക്ക് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്.
പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 14 അല്ലേ, നമ്മൾ +1 ചേരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ബിസിനസ് മാനേജ്മെൻറ്റിൽ അല്ലേ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഐ ആം മെൻഷനിങ്, ഞാൻ അങ്ങനെ ഓരോ ലൈനേ വായിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ ലൈനല്ല എഴുതേണ്ടത്, നിങ്ങൾ ഓരോ പ്രിൻസിപ്പിൾസും എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക് ആയിരുന്നു. എന്താണ് ഡിവിഷൻ ഓഫ് വർക്കിൽ പറഞ്ഞത്? ഇവിടെ ഞാൻ ജസ്റ്റ് മെൻഷനിങ് ആണ് ആ പോയിന്റ്. എന്ന് വെച്ചാൽ നിങ്ങളിത് മാത്രമല്ല, നിങ്ങൾക്ക് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ നോട്ട്സ് എടുത്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അതിനകത്ത് കിട്ടും. ടാസ്ക് ഷുഡ് ബി ഡിവൈഡഡ് എമംഗ് എംപ്ലോയീസ്. അതിലേ പറഞ്ഞത് ഓരോ ടാസ്ക്കും ഓരോ എംപ്ലോയീസിനും കൃത്യമായി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അന്ന് എടുത്ത ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ദ 2 sides of the same coin എന്നാണ് അതിനെ പറയുക. ഒരു കോയിൻ എടുക്കാണ്ട് അതിന് 2 അപ്പുറം ഉള്ളതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ്, ഇറ്റ് ഷുഡ് മാച്ച് വിത്ത് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഒരാൾക്കൊരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ചെയ്യാനുള്ള എന്തുകൂടി കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്, അതോറിറ്റിയും കൂടിയും കൊടുക്കണം എന്നാണ് പ്രിൻസിപ്പിൾ പറയുന്നത്. പിന്നെ ഡിസിപ്ലിൻ, അതായത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബിസിനസ്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പോകണം. അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുള്ളൂ. ആൻഡ് യൂണിറ്റി ഓഫ് കമാൻഡ്, ഓർമ്മ വരുന്നുണ്ടോ? യൂണിറ്റി ഓഫ് കമാൻഡ്, അതായത് ഒരാളിൽ നിന്ന് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ കമാൻഡുകൾ സ്വീകരിക്കുക. ഒരുപാട് പേര് നമുക്ക് കമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനെയാണ് പറയുന്നത് ആൻഡ് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം വൺ ആൻഡ് ഓൺലി വൺ സുപ്പീരിയർ. നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പിന്നെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇതിൽ തന്നെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിളും പറയുന്നുണ്ട്. അതായത് നമുക്ക് പോകേണ്ട ദിശ അതും കൃത്യമായി ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. അതിൽ പലരും ഒരു ഓർഗനൈസേഷനിൽ പലരും പല വഴിക്കല്ല പോകേണ്ടത്, എല്ലാവരും ഒരേ ദിശയിലേക്ക് പോകണം. ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു എ സിംഗിൾ ഒബ്ജക്റ്റീവ് ഷുഡ് ബി കോർഡിനേറ്റഡ് ബൈ എ സിംഗിൾ പ്ലാൻ. അതായത് പല പല പ്ലാൻ അനുസരിച്ചിട്ട് പലരും പല വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതാവില്ല. അപ്പോൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പറയുന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദ ജനറൽ ഇൻട്രസ്റ്റ്. ഓർമ്മ വരുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഓർമ്മയുടെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ 6th പ്രിൻസിപ്പിൾ എന്താണ്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഒരിക്കലും നമ്മുടെ ഇൻട്രസ്റ്റിനല്ല അവിടെ കൊടുക്കേണ്ടത്, നമ്മൾ അതിന് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഗ്രൂപ്പ് ഗോൾസിലേക്ക്, ഓർഗനൈസേഷൻ ഗോളിലേക്ക് വരണം. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഗോൾസ് മസ്റ്റ് നോട്ട് ടേക്ക് പ്രയോറിറ്റി ഓവർ ബിസിനസ് ഗോൾസ്. കണ്ടോ, നമ്മുടെ ഇൻഡിവിജ്വൽ ഗോളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽസ് മേക്സ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, ആ ഗോളല്ല നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, അതാണ് പറയുന്നത്, അതിലേക്ക് വരണം. നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം, ഓർഗനൈസേഷൻ അഥവാ ബിസിനസ് ഗോളിന് പ്രയോറിറ്റി കൊടുക്കണമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. റെമ്യൂണറേഷൻ ഓഫ് പേഴ്സൺ, നമ്മൾ പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി ഫെയർ എന്നാണ് പറയുന്നത്. ചെയ്യുന്ന ജോലിക്ക് ഉചിതമായ കൂലി, അതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഫെയർ, എൻകറേജ് ദ എഫേർട്ട് ആൻഡ് ദർ ഷുഡ് ബി നോ ഓവർ പേയ്മെൻറ്റ്. കൂടുതൽ കൊടുക്കണ്ട, ചെയ്യുന്ന ജോലിക്കുള്ളത് കൊടുക്കുക എന്നാണ് റെമ്യൂണറേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെൻട്രലൈസേഷൻ. ഓർമ്മ വരുന്നുണ്ടോ? അതായത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന 2 കാര്യങ്ങളാണ് പറയാം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് അതോറിറ്റി ഒരാളിൽ മാത്രം കിടക്കുമ്പോൾ അതിന് സെൻട്രലൈസേഷൻ എന്നും, അതോറിറ്റി പലർക്കായി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്നാണ് നമ്മൾ പറയുക അല്ലേ. സെൻട്രലൈസേഷൻ എന്നുള്ളത് ഒരു പ്രിൻസിപ്പിളാണ് ഹെൻറി ഫയോൾ പറയുന്നത്. The extent of centralization of power of issuing orders at the top depends on the size of the organization and the skills of the people. ഓക്കെ, അതായത് പറയുന്നത് എത്രമാത്രം സെൻട്രലൈസേഷൻ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഓഫ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് അറ്റ് ദ ടോപ്പ് ഡിപ്പെൻസ് ഓൺ ദി ഓർഗനൈസേഷൻ്റെ സൈസ് അനുസരിച്ചിട്ട്. ഇപ്പോൾ വലിയ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സെൻട്രലൈസേഷൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നമ്മളതിൽ ജപ്പാനീസിലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒരു കമ്പനിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, എത്രയോ ആളുകളുടെ കയ്യിൽ നിന്ന്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഒരുപാട് ആളുകളിൽ നിന്ന് എന്ത് ചെയ്യണം, അനുവാദം എടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വരാനെന്നുള്ളത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഏതോ അല്ലേ നമ്മൾ പറഞ്ഞിരുന്നു, ജപ്പാനീസ് പഠിച്ചപ്പോൾ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം വലിയ കമ്പനി സൈസ് വലുതാണെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രലൈസേഷൻ എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ സൈസ് നോക്കിയിട്ടും അതുപോലെ തന്നെ ഓരോ ആളുകളുടെ ഒട്ടും അധികാരം കൈമാറാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ നമ്മൾ ഡീസെൻട്രലൈസേഷനിലേക്ക് പോവില്ല. സെൻട്രലൈസേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു പ്രിൻസിപ്പിളാണ്. ആൻഡ് സ്കാലാർ ചെയിൻ, ലൈൻ ഓഫ് അതോറിറ്റി ഷുഡ് ഫോളോ ഇൻ അല്ലേ, ആ ഒരു ലെവലിൽ തന്നെ താഴത്തേക്ക് വരുന്നതാണ് പറയുന്നത്. ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി അപ്പ് ആൻഡ് ഡൗൺ ദ ലൈൻ ഓഫ് അതോറിറ്റി. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ടോപ്പ് മിഡിൽ ബോട്ടത്തിലേക്ക്, അങ്ങനെയാണ്. നമ്മളൊരു ബുക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ, സൈഡിൽ സ്കാലാർ ചെയിൻ എന്നുള്ളത്. നമുക്ക് ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ നമ്മൾ മസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. സ്കാലാർ ചെയിൻ ആൻഡ് ഓർഡർ.
അല്ലേ? അതായത് മെറ്റീരിയൽ ആൻഡ് പേഴ്സണൽ ഷുഡ് ബി അറ്റ് പ്രോപ്പർ പ്ലേസ്. കൃത്യമായിട്ട് കൃത്യസ്ഥലങ്ങളിൽ അവർ ഒരു ഓർഡർ ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും. ഇക്വിറ്റി എന്താണ്? എല്ലാവരും ഒരുപോലെ കാണുക. ഇക്വിറ്റബിൾ ആൻഡ് ജസ്റ്റിസ് എന്നുള്ള രീതിയിലാണ്. പീപ്പിൾ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് കൈൻഡ്നെസ് ആൻഡ് ജസ്റ്റിസ് എന്നാണ്. സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ, ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുള്ള നമ്മളൊരു വൺ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോളാണ്. ക്വിക്ക് ടേൺ ഓവർ ഓഫ് പീപ്പിൾ ഷുഡ് ബി അവോയ്ഡഡ് ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം ടു ഡെവലപ്പ് എക്സ്പെർട്ടൈസ്. അത് പെട്ടെന്നുള്ള നമ്മൾ പറഞ്ഞില്ല, ഒരു ജോലിയിൽ നിന്ന് വന്നു വേറെ ജോലിക്ക് പോകും, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും അവിടെ ആളുകളെ സ്ഥിരമാക്കി നിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, റിട്ടെയിൻ ചെയ്യാനായിട്ട്. അല്ലാതെ ഒരാൾ വന്നു ട്രെയിനിങ് എടുത്തു കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിച്ചു, അയാൾ പോയി, അപ്പോൾ എന്താണ്, എല്ലാം പോയി, വീണ്ടും നമ്മൾ പുതിയ ആളെ എടുക്കുന്നു, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാനൊക്കെ സമയം എടുക്കുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത് ക്വിക്ക് ടേൺ ഓവർ ഓഫ് പീപ്പിൾ ഷുഡ്, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. സ്റ്റെബിലിറ്റി, അവർ സ്ഥിരമാക്കാനായിട്ട് നോക്കുക ആളുകൾക്ക്, അതനുസരിച്ച് അവരെ അട്രാക്ട് ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. പിന്നെ ഇനീഷ്യേറ്റീവ് എന്ന് പറയേണ്ടത്, അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യാനായിട്ടും എന്ത് ചെയ്യണം, ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. അപ്പം അത് എൻകറേജ് ചെയ്യിക്കണം വർക്കേഴ്സിൻ്റെ ഇടയിൽ. അതും ഹെൻറി ഫയോൾ പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. എംപ്ലോയീസ് ഷുഡ് ബി എൻകറേജ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വന്ന് എസ്പിരിറ്റ് ഡി ക്രോപ്സ്, ഓർമ്മയില്ലേ? അതൊക്കെ നമ്മൾ ഡിഗ്രിക്കൊക്കെ 2 മാർക്സ് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ അന്നൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ 14th പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് എസ്പിരിറ്റ് ഡി ക്രോപ്സ് എന്ന് പറയുന്നത് ഓൾ എഫേർട്സ് ഷുഡ് ബി മെയ്ഡ് ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഹാർമണി വിത്തിൻ ദി ഓർഗനൈസേഷൻ. അല്ലെ, യൂണിറ്റി സ്ട്രെങ്ത് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, യൂണിറ്റി സ്ട്രെങ്ത് അല്ലേ, എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. ഇത്രയാണ്. അപ്പോൾ ഇതൊക്കെ ദാറ്റ് ഈസ് വി ക്യാൻ കൺസിഡർ ആസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ്, കൺസിഡർ അല്ല, ദീസ് ആർ ദി കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ഹെൻറി ഫയോൾ ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഡെവലപ്മെൻറ്റിലേക്കും സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലാസിക്കൽ അറിയിൽ നമ്മൾ ആദ്യം FWTL സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് കണ്ടു. നെക്സ്റ്റ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി ആരാണ് അതിൽ? മാക്സ് വെബർ. ബ്യൂറോക്രസി അല്ലേ, അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ബ്യൂറോക്രസി എന്നുള്ള നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് മാക്സ് വെബറിൻ്റെ കോൺട്രിബ്യൂഷൻ. ഹിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ബ്യൂറോക്രറ്റിക് തിയറി ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഹീസ് ദ അനദർ പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദി ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വേറൊരു വ്യക്തിയാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ബ്യൂറോക്രറ്റിക് തിയറി ഇൻ മാനേജ്മെൻ്റ് ആണ്. He described an ideal kind of organization and called it bureaucracy. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഇതിലനുസരിച്ചിട്ട് എന്തായിരുന്നു ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്യൂറോക്രറ്റിക് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ബ്യൂറോക്രറ്റിക് സ്ട്രക്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? The features of Weber's bureaucratic structure are areas of authority should be clearly specified. ആർക്ക് എവിടെയാണ് അധികാരം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. Organizations follow principle of hierarchy where subordinates follow instruction of superiors but have a right to appeal. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഓർഗനൈസേഷൻ എപ്പോഴും ഒരു ഹയറാർക്കിക്കൽ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിരിക്കണം. അതായത് അതനുസരിച്ച് പറയുന്നതാണ് ടോപ്പ് അതോറിറ്റീസും എല്ലാം ഇൻസ്ട്രക്ഷൻസ് സബോർഡിനേറ്റ്സിന് കൊടുക്കുകയാണെങ്കിൽ അത് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഫോളോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ബ്യൂറോക്രസി എന്നുള്ളതിലാണ് പറയുന്നത്. അതോറിറ്റി ലെവൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബോർഡിനേറ്റ് ലെവൽ അത് എന്ത് ചെയ്തിരിക്കണം? കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ആബ്സ്ട്രാക്ട് റൂൾസ് ഗൈഡ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻ. ആബ്സ്ട്രാക്ട് റൂൾസ് ഗൈഡ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. അതിന് കൃത്യമായ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ആൻഡ് അദ്ദേഹം മാക്സ് വെബർ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്താണെങ്കിൽ, അതായത് ഒഫീഷ്യൽസിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. കേട്ടോ, ടെക്നിക്കായിട്ട് കുറച്ച് അറിവ് വേണം. ആ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് വേണം ഒഫീഷ്യൽസിനെ സെലക്ട് ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് ഹി മെൻഷൻ ഈസ് ദാറ്റ് എംപ്ലോയ്മെൻറ്റ് ബൈ ദി ഓർഗനൈസേഷൻ ഈസ് കരിയർ. എന്താണെന്നാണ് പറയുന്നത്? ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് എന്തായിട്ട് എടുക്കണം? നമ്മൾ കരിയർ, നമ്മുടെ കരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ കരിയർ ഡെവലപ്മെൻറ്റ് വേണ്ടിയാണ് അല്ലേ ചെയ്യണത്? അതായത് നമ്മുടെ അഭിവൃദ്ധി, നമ്മൾ ഭാവിയിലേക്കുള്ള. അപ്പോൾ അത് ആ രീതിയിൽ ഒരു ഓർഗനൈസേഷണൽ എംപ്ലോയ്മെൻറ്റിനെ കരുതണം എന്നാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാക്സ് വെബറിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യത്തെ ഭാഗത്തും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ നമ്മുടെ S1-ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ മാക്സ് വെബർ, അപ്പോൾ ഞാൻ മെയിൻ പോയിന്റ്സുകൾ മാത്രമാണ് പറയുന്നത്. മാക്സ് വെബറിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റുകൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയാണ് ഇതിൽ മെയിനായിട്ട് തന്നിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫ്രെഡറിക് ട്രെയിലർ ഉണ്ട്, ഹെൻറി ഫയോൾ ഉണ്ട്, മാക്സ് വെബർ ഉണ്ട്, മേരി പാർക്കറ്റ് ഫോളറ്റ് ആണ് അത് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ചെസ്റ്റർ ബെർണാഡ്. അപ്പോൾ ഇവരൊക്കെ ക്ലാസിക്കൽ എറയിലും ഉണ്ട്, അതുപോലെ തന്നെ ദേ ഓൾസോ ഈക്വലി കോൺട്രിബ്യൂട്ടഡ് ഇൻ ദി നെക്സ്റ്റ് എറയിലേക്കും, അതായത് നമ്മുടെ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഹെഡിങ്ങിലാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് പറയുന്നത്. കാരണം അതവർ ഏകദേശം അത് അവരുടെ സ്റ്റഡീസ് പിന്നീട് ആ കാലഘട്ടത്തിലേക്ക് അവർ ഫോളോ ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് എറ പറയുന്നത് ദ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്, അതായത് ഹ്യൂമൻ റിലേഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാലഘട്ടമാണ് പറയുന്നത്. അവിടെ നടത്തിയ മേജർ ഇപ്പോൾ മേരി പാർക്കർ ഫോളറ്റ് ആണ്. അവർ ഓഫ് കോഴ്സ് അവർ ക്ലാസിക്കൽ എറയിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിലേക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇവരെ കാണുന്നത് ദാറ്റ് ഈസ് ഇൻ ദി ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിനകത്താണ്. മേരി പാർക്കറ്റ് ഫോളറ്റ് എന്നാണ് പറയുന്നത്. The view that people are important to the world of business was given by Mary Parkett Follett. കൃത്യമായിട്ട് അത് ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ബിസിനസ്സിൽ അവിടുത്തെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ജോലിക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ദാറ്റ് ഇസ് മേരി പാർക്കറ്റ് ഫോളറ്റ്. ക്ലിയർ? വിത്ത് ദിസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ്. അവിടെ നിന്നാണ് ഈ ഒരു ഹ്യൂമൻ റിലേഷൻ, അത് വരെ നമ്മൾ ബ്യൂറോക്രസി എന്നുള്ള രീതിയിലായിരുന്നു, അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ മൂന്നാമത്തെ കാലഘട്ടം വന്നപ്പോൾ ഹ്യൂമൻ റിലേഷൻസിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടതാണ് എന്ന രീതിയിലേക്ക് ഒരു കോൺസെപ്റ്റ് ഫോർവേഡ് ചെയ്തത് മേരി പാർക്കറ്റ് ഫോളറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. ഫോളറ്റ് believed that organization should be based on collectivism rather than individualism. അവർ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലിസം എന്നുള്ളതല്ല, അവിടെ ഒരു കളക്റ്റിവിസം, അതായത് എല്ലാവരും ഗ്രൂപ്പ് എത്തിക്സ് എന്നാണ് പറയുന്നത് അല്ലേ. ഗ്രൂപ്പ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് ഈസ് റൈറ്റ് ആൻഡ് ഗുഡ് ഈസ് റോങ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും എന്നല്ല, എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട്, അതായത് കളക്റ്റിവിസം എന്നുള്ളതിലാണ് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻസ് വേണ്ടതെന്നുള്ളതാണ് മേരി പാർക്കറ്റ് ഫോളറ്റ് പറഞ്ഞത്. ദ മാനേജേഴ്സ് ടാസ്ക് വാസ് ടു കോർഡിനേറ്റ് ദ ഗ്രൂപ്പ് എഫേർട്സ്. എന്നിട്ട് മേരി പാർക്കറ്റ് ഫോളറ്റ് സ്ട്രെസ് ചെയ്ത് എന്താണ്? ഗ്രൂപ്പ് എഫേർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതായത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഗ്രൂപ്പ് എഫേർട്സ്, ടീം വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എല്ലാവർക്കും എന്ത് ചെയ്യണം? ഒരു തുല്യ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഷുഡ് ബി ലൈക്ക് പാർട്ട്, ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് they should work towards achieving the organizational objectives എന്നാണ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ക്ലിയർ? അത്രയാണ് മേരി പാർക്കറ്റ് ഫോളറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ ദി ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. അതേപോലെ തന്നെ അവിടെ ചെയ്തിട്ടുള്ള വേറൊരു വ്യക്തിയാണ് ചെസ്റ്റർ ബെർണാഡ് എന്നാണ് പറയുന്നത്. ബെർണാഡ് ബിലീവ്ഡ് ദാറ്റ് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇതൊക്കെ ഹ്യൂമൻ റിലേഷൻസ് ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നതാണ് കേട്ടോ. ബെർണാഡ് ബിലീവ്ഡ് ദാറ്റ് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ഹു ഹാവ് ഇൻട്രാക്ടിങ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഓർഗനൈസേഷനിൽ തീർച്ചയായും ആളുകൾ തന്നെയാണ്, പക്ഷെ അവിടെ എങ്ങനെയുള്ള ആളുകളാണെന്നാണ് പറയുന്നത്? അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് സോഷ്യൽ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അല്ലാതെ അവനവൻ്റെ കാര്യം നോക്കി ബ്യൂറോക്രാറ്റിക് ആയിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷനിൽ കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ഉണ്ട്, വ്യക്തികളുണ്ട്, പക്ഷെ അവരെങ്ങനെയാണെന്നാണ് ഹു ഹാവ് ഇൻട്രാക്ടിങ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അവർ സോഷ്യൽ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ബിലീവ്ഡ് ദാറ്റ് ഓർഗനൈസേഷൻ ക്യാൻ ബി സക്സസ്ഫുൾ ഇഫ് ദേ കോപ്പറേറ്റ് വിത്ത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഒരു ഓർഗനൈസേഷന് സക്സസ്ഫുൾ ആകാം എങ്ങനെയാണെങ്കിൽ ഇഫ് ദേ വർക്ക് ഇൻ കോർഡിനേഷൻ. അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എവ്രി വൺ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് ഒത്തൊരുമയോട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ തീർച്ചയായും എന്തായി മാറും? സക്സസ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. ഇനി ആരൊക്കെയായിട്ടാണ് ഇവർ കോപ്പറേറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിക്കുന്നതാണ് ഇപ്പോഴല്ലേ, ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനവുമായി എന്താണ് അതിൽ താല്പര്യമുള്ള എല്ലാവരെയും നമുക്ക് എന്ത് പറയാം? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവരുമായിട്ട് അവർ എംപ്ലോയീസും എന്ത് ചെയ്യണം? നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുമായിട്ട് കൃത്യമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ സക്സസ് ആകുമെന്നാണ് ചെസ്റ്റർ ബെർണാഡ് പറയുന്നത്. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? എംപ്ലോയീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, കസ്റ്റമേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, ഇൻവെസ്റ്റേഴ്സ്, സപ്ലയേഴ്സ്, ഇവരൊക്കെ ക്രെഡിറ്റേഴ്സ്, ഇവരൊക്കെ ആരാണ് സ്റ്റേക്ക് ഹോൾഡർ? അപ്പോൾ ഇവരെല്ലാവരും ഞങ്ങൾ ഒന്നാണ് എന്ന രീതിയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
He emphasized on the development of skills and motivation of employees for the success of organization. അദ്ദേഹം ഫോക്കസ് ചെയ്ത് എന്താണെന്നാണ് പറയുന്നത്, ഓരോ എംപ്ലോയീസിനും എന്ത് ചെയ്യണം, അവനവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ആവശ്യമുണ്ട്, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതേപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള മോട്ടിവേഷനും കൊടുക്കണം, അവനവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസും കൊടുക്കണം, അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും, അതായത് ഇത്രേ ഉള്ളൂ, എംപ്ലോയീസ് ഷുഡ് ബി ഗിവൺ ഇമ്പോർട്ടൻസ്. എംപ്ലോയീസിനെ വെറും ഒരു എംപ്ലോയീസ് ആയിട്ട് കാണാതെ അവർക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അവർക്കും ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഓർഗനൈസേഷൻ ഇതിലേക്ക് എത്തുന്നു, സക്സസ്സിലേക്ക് എത്തുമെന്നാണ് ചെസ്റ്റർ ബെർണാഡ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഇതിൽ കോൺട്രിബ്യൂട്ട് ഉള്ള വ്യക്തിയാണ് എൽട്ടൺ മായോ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് കേട്ടോ. അദ്ദേഹത്തെയാണ് നമ്മൾ ദാറ്റ് ഈസ് നോൺ ആസ് ദി ഫൗണ്ടർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ മേരി പാർക്കറ്റ് ഫോലറ്റിൻ്റെ കാലത്ത് തൊട്ട് തന്നെ തുടങ്ങിയെങ്കിലും ഇദ്ദേഹത്തെയാണ് നമ്മൾ ആരായിട്ട് പറയുന്നത്, ഫൗണ്ടർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. ആരാണ്? എൽട്ടൺ മായോ ഈസ് നോൺ ആസ് ദി ഫൗണ്ടർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. ഹീ ഈസ് ഓൾസോ നോൺ ഫോർ ഹിസ് റിസർച്ച് ഇൻക്ലൂഡ് ഇൻ ഹാവ്ത്രോൺ സ്റ്റഡീസ്, അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഹാവ്ത്രോൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഷോഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പ്സ് ഇൻ എഫക്റ്റിംഗ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് വർക്ക്. അതായത് അദ്ദേഹത്തിൻ്റെ ഹാവ്ത്രോൺ സ്റ്റഡീസ് വഴി അദ്ദേഹം ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയുടെ പേരാണ്, ഒരു റിസർച്ച് നടത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു സ്റ്റഡിയാണ് ഹാവ്ത്രോൺ സ്റ്റഡീസ്. കേട്ട് പരിചയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ അദ്ദേഹം മനസ്സിലാക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പ്സ് ഇൻ എഫക്റ്റിംഗ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് വർക്ക്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ആളുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡിവിജ്വൽസിനെ എത്രമാത്രം ഒരു ഗ്രൂപ്പ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോഴും ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നൊരു വ്യത്യാസം. അതാണ് അദ്ദേഹം ഈ ഹാവ്ത്രോൺ സ്റ്റഡി വഴി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമ്മുടെ എൽട്ടൺ മായോ നടത്തിയ സ്റ്റഡിയിൽ നിന്ന് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ദ വർക്കേഴ്സ് റിയാക്റ്റഡ് പോസിറ്റീവ്ലി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഒരു ഇതിന് പോസിറ്റീവ്ലി തന്നെ അവരത് റിയാക്ട് ചെയ്തു എന്നാണ് പറയണത്. കാരണം അവർക്കൊരു ഫീലിംഗ് വന്നു. അതിൻ്റെ സ്റ്റഡി നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് പറഞ്ഞു തന്നെ കേട്ടോ. അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയർ മൈറ്റ് നോട്ട് ഹാവ് എമേർജ്ഡ് ആസ് എ ഡിസിപ്ലിൻ. ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റഡി ഇല്ലായിരുന്നെങ്കിൽ ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ആയിട്ട് വരില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഹാവ്ത്രോൺ സ്റ്റഡി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ എന്താ നടത്തിയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് ഞാൻ സ്ലൈഡ് കാണിച്ചിട്ടില്ല, പക്ഷേ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ എനി ടെക്സ്റ്റ് ബുക്കിൽ കാണാനായിട്ട് സാധിക്കും. OBയുടെ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇദ്ദേഹം ഈ ഹാവ്ത്രോൺ സ്റ്റഡി നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന OB എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ആയിട്ട് വരുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് നടത്തിയത് സ്റ്റഡി? ദ ഫസ്റ്റ് ഹാവ്ത്രോൺ സ്റ്റഡി എക്സാമിൻ ദ ഇഫക്ട്സ് ഓഫ് ലൈറ്റിംഗ് ഓൺ പ്രൊഡക്ടിവിറ്റി. എന്താണ് പ്രൊഡക്ടിവിറ്റി നടത്തുമ്പോൾ ലൈറ്റിംഗ്, അതിൻ്റെ കറക്റ്റായിട്ട് നല്ല അന്തരീക്ഷം എന്ന് നമ്മൾ പറയില്ല, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം സ്റ്റഡി നടത്തിയത്. എ സെക്കൻഡ് സ്റ്റഡി കണ്ടക്റ്റഡ് ഇൻ എ റിലേ അസംബ്ലി റൂം എക്സാമിൻ ദ റിലേഷൻഷിപ്പ് എമംഗ് റെസ്റ്റ്, ഫെറ്റീഗ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റഡി അദ്ദേഹം നടത്തിയത് ഇതിനെക്കുറിച്ചിട്ടായിരുന്നു. ദാറ്റ് ഈസ് അതായത് ജോലിക്കാർ അവർക്ക് കുറച്ച് ടൈം കൊടുക്കുമല്ലോ ജോലി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ. ആ റെസ്റ്റും പിന്നെ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ തളർച്ച, ഫെറ്റീഗ് അതുപോലെ തന്നെ പ്രൊഡക്റ്റ്, ഇത് മൂന്നും തമ്മിൽ ബന്ധമുണ്ടോ? അതായത് റെസ്റ്റും അതുപോലെ നമ്മൾ അവർക്ക് വളരെ ജോലി ചെയ്ത് ക്ഷീണമുള്ള അവസ്ഥ, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി, ഇത് മൂന്നും തമ്മിലൊരു ബന്ധമുണ്ടോ? ഇങ്ങനെ രണ്ട് സ്റ്റഡീസാണ് അന്ന് നടത്തിയത്. ഫസ്റ്റ് സ്റ്റഡി നടത്തിയത് എന്താണ്? ദ ഇഫക്ട്സ് ഓഫ് ലൈറ്റിംഗ് ഓൺ പ്രൊഡക്ടിവിറ്റിയും. ആൻഡ് ദ സെക്കൻഡ് ഈസ് ദ സ്റ്റഡി എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു? റിലേഷൻഷിപ്പ് എമംഗ് ദി, അവർക്ക് ഉചിതമായ റെസ്റ്റ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അതുമൂലം തളർച്ചയുണ്ടോ, തളർച്ച വന്നാൽ അത് വെദർ ഇറ്റ് എഫക്ട്സ് ഓൺ ദി, അല്ലെങ്കിൽ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെദർ ഇറ്റ് ഹാവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇഫക്റ്റ് ഓൺ പ്രൊഡക്ടിവിറ്റി എന്ന രീതിയിൽ അദ്ദേഹം സ്റ്റഡി നടത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ രണ്ട് സ്റ്റഡി നടത്തിയെന്നുള്ള മേജർ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നാണ് പറയുന്നത്? A major conclusion from these studies was the workers reacted positively. ഈ രണ്ട് സ്റ്റഡീസിലും വർക്കേഴ്സ് വളരെ പോസിറ്റീവ്ലി തന്നെ റിയാക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ബിക്കോസ് മാനേജ്മെൻറ്റ് കെയർഡ് അബൌട്ട് ദം. കാരണം അവർക്കൊരു ഫീലിംഗ് ഉണ്ടായി, മാനേജ്മെൻറ്റ് ഞങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. കാരണം ഏത് മനുഷ്യനാണെങ്കിലും കെയർ ആവശ്യമുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഹാവ്ത്രോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഹാവ്ത്രോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹാവ്ത്രോൺ ഇഫക്റ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ദ പീപ്പിൾ ടു ബിഹേവ് ഡിഫറെൻ്റ്ലി. എന്താണ് ഹാവ്ത്രോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഒരു
ആളുകൾ ഒരു എന്ത് ചെയ്യണമെന്നായിട്ട് ഒരു ടെൻഡൻസി എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് പെരുമാറാം, ടു ബിഹേവ് ഡിഫറെൻ്റ്ലി വെൻ ദേ റിസീവ് അറ്റൻഷൻ. അതായത് നമ്മളൊരാളെ ശ്രദ്ധിക്കുന്നു, നമുക്ക് കെയർ കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മുടെ പെരുമാറ്റം മാറും അല്ലേ. അപ്പോൾ അതാണ് ഹാവ് ത്രോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ റെസ്പോണ്ട് ടു ദ ഡിമാൻഡ്സ് ഓഫ് ദ സിറ്റുവേഷൻ. കാരണം ആ സിറ്റുവേഷനിൽ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിന് റെസ്പോണ്ടുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യണത്, അവർ ബിഹേവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഹാവ് ത്രോൺ സ്റ്റഡി അതൊന്ന് ജസ്റ്റ് അവിടെ നോക്കേണ്ടതാണ്. ക്ലിയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാവ് ത്രോൺ സ്റ്റഡി വഴി നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വർക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഹി ഫൗണ്ട് ദാറ്റ് വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഡിപ്പെൻഡൻ്റ് ഓൺ ദി സോഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് വർക്ക്. കണ്ടോ, അതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ തന്നെയാണ്, സെയിം തന്നെയാണ് പോയിന്റ്സുകൾ പറയുന്നത്. അതായത് വർക്കിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ഒരു കൂട്ടായ്മ, ഒരു സാമൂഹ്യ കൂട്ടായ്മ വേണം. അല്ലാതെ അവനവൻ്റെ വർക്കിൽ മാത്രം ചെയ്യുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അങ്ങനെയല്ല. അദ്ദേഹം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ എന്താണ്, സോഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് ദ വർക്കർ ഗ്രൂപ്പിന് വളരെയധികം അവരുടെ ബിഹേവിയറിനെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ഫിസിക്കൽ കണ്ടീഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഹാവ് വെരി ലോ മോട്ടിവേഷണൽ വാല്യൂ. അപ്പോൾ ഈ ഹാവ് ത്രോൺ സ്റ്റഡി റിസൾട്ട് കണ്ടോ, അതായത് നമ്മളെപ്പോഴും പറയാം നമുക്ക് നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ നല്ല ശമ്പളം കിട്ടിയാൽ മതി നമ്മൾ ജോലി ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റഡി കണ്ടെത്തിയത് എന്താണ്, അതിന് അത്രമാത്രം മോട്ടിവേഷണൽ വാല്യൂ ഇല്ല. കൂടുതൽ മോട്ടിവേഷണൽ വാല്യൂ എന്തിനാണെന്നാണ് പറയുന്നത്, അതായത് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ്, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. ക്ലിയർ. അപ്പോൾ അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് അദ്ദേഹത്തിന് കണ്ടെത്തിയത്. ആൻഡ് ഹി കൺക്ലൂഡഡ് ദാറ്റ് പെർഫോമൻസ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ജോബ് കണ്ടന്റ്. അതായത് തീർച്ചയായും നമുക്ക് സമൂഹത്തിലെ ചില ഇഷ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ ജോബ് കണ്ടന്റ് അതുമേ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ജോബ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സോഷ്യൽ കൺസേൺ എന്നിവ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ പെർഫോമൻസ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാവ് ത്രോൺ സ്റ്റഡീസിൻ്റെ ഒരു കൺക്ലൂഷൻ എന്തായിരുന്നു, ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് രണ്ടും ഉണ്ട്, സോഷ്യൽ ഇഷ്യൂസും ഉണ്ട് ആൻഡ് ദ ജോബ് കണ്ടന്റ്. ഇത് രണ്ടിനെയും ബന്ധപ്പെടുത്തിയിട്ടാണ്. അല്ലാതെ അവർക്ക് കുറേ ശമ്പളം കൊടുക്കുന്നു, നല്ല ഫിസിക്കൽ കണ്ടീഷൻസ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം അവരെന്ത് ചെയ്യുന്നില്ല, ദേ ആർ നോട്ട് മോട്ടിവേറ്റഡ് എന്നാണ് പറയുന്നത്. കൂടുതൽ അവരെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കണം എന്നാണ് എൽട്ടൺ മായോയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു എറയിൽ തന്നെ ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഡെയിൽ കാർനെഗി എന്നാണ് പറയുന്നത് കേട്ടോ. ഐ തിങ്ക് ഇറ്റ് ഈസ് പ്രൊനൗൺസ് CARNEGI. His book How to Win Friends and Influence the People is used by management experts even today എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ്, അതിൻ്റെ പേരാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഒരു ബുക്കിൻ്റെ പേരാണ് അത്. ഇന്നത്തെ കാലത്ത് പോലും മാനേജ്മെൻറ്റ് എക്സ്പേർട്സുകൾ ഫോളോ ചെയ്യുന്ന ബുക്കാണെന്നാണ് പറയുന്നത്. ഹി ബിലീവ്ഡ് ദാറ്റ് ടു സക്സീഡ് ആൻഡ് ഓർഗനൈസേഷൻ ഷുഡ് വിൻ ദ കോപ്പറേഷൻ ഓഫ് ഇറ്റ്സ് പീപ്പിൾ. അത് നമ്മുടെ എൽട്ടൺ മായോ പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു ഓർഗനൈസേഷൻ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, അവിടുത്തെ പീപ്പിൾ ആരായിക്കോട്ടെ, ജോലിക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അവരുടെ സഹകരണം ആവശ്യമാണ്. ക്ലിയർ. ആൻഡ് ഹി അഡ്വൈസ്ഡ് മേക്ക് അതേഴ്സ് ഫീൽ ഇമ്പോർട്ടൻറ്റ് ബൈ അപ്രീഷിയേറ്റിംഗ് ദെയർ എഫേർട്സ്. അതായത് ഓരോരുത്തരെയും അവനവൻ പ്രാധാന്യമുള്ളവരാണ് എന്ന രീതിയിൽ അവരെ ഫീൽ ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ താൻ ഇതിൻ്റെ വലിയ താൻ ചെയ്ത് ഇത്ര വലിയ കാര്യമാണോ, അല്ല. പകരം അങ്ങനെ അല്ല ആറ്റിറ്റ്യൂഡ് വേണ്ടത്. പകരം ഓക്കെ, യു കോൺട്രിബ്യൂട്ടഡ് വെരി മച്ച് ഫോർ ദിസ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ അവരൊന്നും എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം. അവരുടെ എഫേർട്ടിന്, അതായത് അവരുടെ എഫേർട്ടിന് വിലയുണ്ട്, ഞാൻ ചെയ്യുന്നതും വലിയ കാര്യമാണെന്ന രീതിയിൽ അവരെ ഫീൽ ചെയ്യിക്കേണ്ടതാണ് ഏറ്റവും നല്ലതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ്. ട്രൈ ടു മേക്ക് എ ഗുഡ് ഇംപ്രഷൻ എന്നാണ്, നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വിൻ പീപ്പിൾ ബൈ ബീങ് സിംപത്തറ്റിക് ആൻഡ് നെവർ ടെല്ലിങ് ദാറ്റ് ദേ ആർ റോങ്. അതായത് നമ്മൾ ആളുകളെ കയ്യിലെടുക്കാമെന്ന് പറയില്ലേ, ആളുകളെ എങ്ങനെ കയ്യിലെടുക്കണം എന്നാണ് ഡെയിൽ കാർനെഗി അദ്ദേഹം പറയുന്നത്. അതായത് വളരെ സിമ്പതിയോടുകൂടി പെരുമാറുക, അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുക, അവർ വിഷമങ്ങൾ അറിയുക, അവർക്ക് വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പത്തറ്റിക്കലായിട്ട് അവരോട് പെരുമാറാം. അതുപോലെ തന്നെ അവരോട് ഒരിക്കലും താൻ ചെയ്ത് തെറ്റാണ് എന്നാൽ മുഖത്തടിച്ച് പറയുന്ന പോലെ പറയാതിരിക്കുക. കണ്ടോ, നെവർ ടെല്ലിങ് ദാറ്റ് ദേ ആർ റോങ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ആൻഡ് ചേഞ്ച് പീപ്പിൾ ബൈ പ്രേസിങ് ദെയർ ഗുഡ് ക്വാളിറ്റീസ്. എന്നിട്ട് അവരെങ്ങനെ, അപ്പോൾ തെറ്റുണ്ടാവാം, അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റുണ്ടായിരിക്കാം, ആ തെറ്റ് എങ്ങനെ തിരുത്തണമെന്നാണ് ഡെയിൽ പറയുന്നത്. മീൻസ് അവരുടെ ഗുഡ് ക്വാളിറ്റീസിനെ പ്രകീർത്തിച്ചുകൊണ്ട്, ഓക്കെ താൻ ഇതിൽ ചെയ്യാൻ വളരെ ഇതാണല്ലോ, നല്ല കാര്യം, അപ്പോൾ ആകെ ചെയ്യുന്നത്, പക്ഷെ തന്നെ ഈ ഒരു കാര്യം, അപ്പോൾ ആ രീതിയിൽ അല്ലാതെ ഈ ചെയ്ത് മുഴുവൻ തെറ്റാണ് ശരിക്കും അങ്ങനെ ഒരു മുഖത്തടിച്ച പോലെ പറയാതെ അവരെ മാറ്റണം. അവർ ചെയ്യുന്ന റോങ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തിരുത്തണം. അപ്പോൾ ഡെയിലിൽ അദ്ദേഹം പറയണത് എങ്ങനെയാണ്, ചേഞ്ച് ദ പീപ്പിൾ ബൈ പ്രേസിങ് ദെയർ ഗുഡ് ക്വാളിറ്റീസ് എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നെക്സ്റ്റ് ഇസ് എബ്രഹാം മാസ്ലോ. നമുക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട്, ഞാൻ ഗൂഗിൾ മീറ്റിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലായിടത്തും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഐ വിൽ റീഡ് ഇറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുള്ളൂ. എബ്രഹാം മാസ്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പിരമിഡ് ഓർമ്മ വരണം. ഹി പ്രപ്പോസ് ദ നീഡ് ഹൈറാർക്കി തിയറി, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ, സേഫ്റ്റി, സോഷ്യൽ, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. കുറച്ച് സ്പീഡായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ സ്പീഡായി പോകുന്നതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീഡ് ഹൈറാർക്കിക് തിയറിയെ കുറിച്ചിട്ടാണ്. ഈച്ച് സ്റ്റെപ്പ് ഇൻ ദ ഹൈറാർക്കി മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമുക്കറിയാം അല്ലേ. ആഫ്റ്റർ എ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ് ഇറ്റ് ഡസ് നോട്ട് മോട്ടിവേറ്റ് എൻ ഇൻഡിവിജ്വൽ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് വലിയ നമുക്ക് വിലയൊന്നുമില്ല അതിന്. അത് ആയല്ലോ, ഇനി നമുക്ക് അടുത്തത് അല്ലേ. ഏത് മനുഷ്യൻ അങ്ങനെയാണ്, ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നെ നമുക്ക് വലിയ ക്യൂരിയോസിറ്റി ഒന്നും കാര്യങ്ങളില്ല, നമ്മൾ അടുത്തതിലേക്ക് പോകും. ദ ഫൈനൽ ഗോൾ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. ക്ലിയർ? മാനേജേഴ്സ് ഹു ആക്സെപ്റ്റഡ് ദിസ് തിയറി tried to change the organization and management practices to reduce hurdles. അപ്പോൾ ഈ ഒരു തിയറി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മാനേജേഴ്സ് അവർ എന്ത് നോക്കിയെന്നാണ് പറയണത്, ഓർഗനൈസേഷനെയും അതുപോലെ തന്നെ ചില മാനേജ്മെൻറ്റ് പ്രാക്ടീസസുകളെയും മാറ്റാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? ടു റെഡ്യൂസ് ദ ഹഡിൽസ് ദാറ്റ് പ്രിവെൻറ്റ്സ് ദ എംപ്ലോയീസ് ഫ്രം റീച്ചിങ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതായത് അവർക്ക് ആ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള ആ സ്റ്റേജിലേക്ക് എത്താനായിട്ട് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാനായിട്ട്, അത് കുറയ്ക്കാനായിട്ട് ഈ ഒരു തിയറി ഫോളോ ചെയ്യുന്ന മാനേജേഴ്സ് എന്ത് ചെയ്തു, ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതായത് അവരെ എത്തിക്കോട്ടെ അതായത് എബ്രഹാം മാസ്ലോ അദ്ദേഹം പറയുന്ന നീഡ് ഹൈറാർക്കിക് തിയറി, ഒരു 5 നീഡുകളാണ് പറയുന്നത് അല്ലേ. സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്, പിന്നെ നമുക്ക് സേഫ്റ്റി നീഡ്സ് ഉണ്ട്, സോഷ്യൽ നീഡ്സ് ഉണ്ട്, എസ്റ്റീം നീഡ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു തിയറി ഫോളോ ചെയ്യുന്ന മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വർക്കേഴ്സിന് അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സിന് ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിൻ്റെ ഒരു സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫിസിയോളജിക്കൽ തന്നെയല്ലേ പറഞ്ഞത്. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ് ആൻഡ് വാട്ടർ. സേഫ്റ്റി നീഡ്സ് എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ സ്റ്റെബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. സോഷ്യൽ നീഡ് എന്ന് പറഞ്ഞാൽ നീഡ് ടു ബി ഇൻ എ ഗ്രൂപ്പ് അല്ലേ. പിന്നെ നമ്മൾ സമൂഹത്തിൽ നമ്മളെ അറിയണം, നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ടു ബി ലവ്. ആരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കണം, നമുക്ക് കരുതൽ വേണം എന്നുള്ളത്. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം. നീഡ് ഫോർ റെസ്പെക്റ്റ് ഫ്രം അതേഴ്സ്. സെൽഫ് എന്ന് പറഞ്ഞാൽ ബി വേർ യു വാണ്ട് ടു ബി. ദാറ്റ് ഈസ് നമ്മൾ എവിടെയാണ് എത്തണമെന്ന് ആഗ്രഹിച്ചത് അവിടേക്ക് എത്തുക. അപ്പോൾ ആ തിയറി ഫോളോ ചെയ്തിട്ടുള്ള മാനേജേഴ്സൊക്കെ എംപ്ലോയീസിന് ഈ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അപ്പോൾ ഇത് എബ്രഹാം മാസ്ലോൻ്റെ തിയറിയൊക്കെ കൃത്യം മാത്രം എടുത്ത് ചോദിക്കാവുന്നതാണ്. റൈറ്റ് നോട്ട് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യം ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി അവിടെ വരുന്നതാണ് ദാറ്റ് ഈസ് ഡഗ്ലസ് മാക്ഗ്രിഗോ. അദ്ദേഹത്തിൻ്റെ തിയറി എക്സ് ആൻഡ് വൈ. അദ്ദേഹം ഹി ഗേവ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പറഞ്ഞു. ഒന്ന് തിയറി എക്സും തിയറി വൈ അല്ലേ. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഹ്യൂമൻ നേച്ചറിനെ നമുക്ക് 2 ആക്കി പറയാം. അതിന് ഒരു നേച്ചറിനെ നമുക്ക് തിയറി എക്സ് എന്നും ഒരു നേച്ചറിനെ തിയറി വൈ എന്നും പറയാം എന്നാണ് പറഞ്ഞത്. ആൻഡ് തിയറി എക്സ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. തിയറി എക്സ് പുട്ട് ഫോർവേഡ് എ നെഗറ്റീവ് വ്യൂ ഓഫ് പീപ്പിൾ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, എ നെഗറ്റീവ് വ്യൂ ഓഫ് പീപ്പിൾ സ്റ്റേറ്റിംഗ് ദാറ്റ് ദിസ് കാറ്റഗറി ഹാസ്. അപ്പോൾ തിയറി എക്സിൽ അതായത് ആളുകളെ കുറിച്ചൊരു നെഗറ്റീവ് കോൺസെപ്റ്റാണ് പറയുന്നത്. അവർക്ക് ലിറ്റിൽ എംബിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എംബിഷൻ എന്നല്ല കേട്ടോ മീനിങ്, ഒട്ടും എംബിഷൻ ഇല്ല. അതായത് സാധാരണ തിയറി എക്സ് പറയുന്നത് ആളുകൾക്ക് ഒരിക്കലും എന്തെങ്കിലും നേടണമെന്ന് ഒരു ആഗ്രഹവുമില്ല, ഭാവിയെക്കുറിച്ച് അവർക്ക് വലിയ എംബിഷൻസ് ഒന്നുമില്ല. ഡിസ്ലൈക്ക് വർക്ക്, സാധാരണ നിലയ്ക്ക് ആളുകൾ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് തിയറി എക്സ് പറയുന്നത്. വാണ്ട്സ് ടു അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി, ഒരു കാരണവശാലും ഒരു മനുഷ്യരും ചുമതലകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതാണ് തിയറി എക്സ് പറയുന്നത്. പിന്നെ എന്താണ്, നീഡ് ക്ലോസ് സൂപ്പർവിഷൻ അറ്റ് വർക്ക്. തിയറി എക്സ് പറഞ്ഞത് എന്താണ്, ഒക്കെ നെഗറ്റീവ് പോയിന്റ്സ് ആണ് ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ ജോലി ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് എന്ത് ചെയ്യണം, ക്ലോസ് സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിൽ അവർ മടിയന്മാരായിട്ട് ഇരിക്കും. ഇതാണ് തിയറി എക്സിൽ മാക്ഗ്രിഗോർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് തിയറി എക്സ് എന്ന് പറയുന്നത് ഫുൾ നെഗറ്റീവ് കോൺസെപ്റ്റ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം തിയറി വൈ എന്താണ് പറയുന്നത്, അപ്പോൾ നേരെ തിരിച്ചും മറിച്ചും എഴുതാൻ പാടില്ല കേട്ടോ. തിയറി വൈ പുട്ട് ഫോർവേഡ് എ പോസിറ്റീവ് വ്യൂ ഓഫ് പീപ്പിൾ. ഇതാണ് തിയറി വൈയിൽ ആളുകളെ കുറിച്ചൊരു പോസിറ്റീവ് വ്യൂ ആണ് തരുന്നത്. സ്റ്റേറ്റിംഗ് ദാറ്റ് ദിസ് കാറ്റഗറി ഹാസ് സെൽഫ് ഡയറക്ഷൻ. അതായത് ഓരോ വ്യക്തിക്കും അവനവരുടേതായിട്ട് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അവർ ആ ഡയറക്ഷൻ അനുസരിച്ച് സ്വയം എന്ത് ചെയ്തോളും, മൂവ് ചെയ്തോളും എന്നാണ് തിയറി പറയുന്നത്.
തിയറി വൈ പറയുന്നത്. ആൻഡ് എന്താണ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി. തിയറി എക്സ് പറയുന്ന പോലെ അവർ ഒരിക്കലും റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിവാവാൻ ശ്രമിക്കുന്നില്ല. ദേ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നാണ് തിയറി വൈ പറയുന്നത്. ആൻഡ് കൺസിഡർ വർക്ക് ആസ് എ നാച്ചുറൽ ആക്ടിവിറ്റി. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്വാഭാവികമായ ഒരു ആക്ടിവിറ്റിയാണ്, വി ഹാവ് ടു ഡു എന്ന രീതിയിലാണ് ആളുകൾ അത് കാണുക എന്നാണ് തിയറി വൈ പറയുന്നത്. കണ്ടോ, അപ്പോൾ രണ്ടിൻ്റെ ഒരു കോൺട്രാഡിക്ടറി നോക്കുക. എക്സ് എല്ലാം നെഗറ്റീവ് പറഞ്ഞപ്പോൾ വൈ എല്ലാ ആളുകളെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ആൻഡ് മെക്ഗ്രിഗോർ ബിലീവ്ഡ് ദാറ്റ് മാനേജേഴ്സ് ഷുഡ് ഗിവ് ഫ്രീഡം ടു ദെയർ സബോർഡിനേറ്റ്സ് ടു യൂട്ടിലൈസ് ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ. എന്നിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയായിരുന്നു, മാനേജേഴ്സ് എന്ത് ചെയ്യണം, വർക്കേഴ്സിന് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കണം, ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ആ ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ ചിന്തിക്കുക, അവരുടേതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാം, അവരുടെ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ ഫുൾ ഫ്രീഡം കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയോ പൊട്ടൻഷ്യാലിറ്റിയോ പുറത്തേക്ക് വരില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ, ബിഹേവിയറൽ സയൻസ് തിയറിസ്റ്റ്. അപ്പോൾ നമ്മുടെ തേർഡ് എറയും കഴിഞ്ഞു. ഫോർത്ത് എറ എന്ന് പറയുന്നതാണ് ബിഹേവിയറൽ സയൻസ് തിയറിസ്റ്റ്. അതിൽ നമുക്ക് BF സ്കിന്നർ കേട്ടുപരിചയമുള്ള പേരാണ് അല്ലേ. അദ്ദേഹത്തിന് എന്താണ്, ഹിസ് റിസർച്ച് ഓൺ ക്ലാസിക്കൽ ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എഫക്റ്റഡ് ദ ഡിസൈൻ ഓഫ് ഓർഗനൈസേഷൻസ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് റിവാർഡ് സിസ്റ്റം. അപ്പോൾ അദ്ദേഹം BF സ്കിന്നർ ഫോക്കസ് ചെയ്തത് ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പിന്നെ അവർ കൊടുക്കുന്ന റിവാർഡ് സിസ്റ്റം, അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു പോയിന്റിലേക്കാണ് അദ്ദേഹം ഫോക്കസ് ചെയ്ത് റിസർച്ച് നടത്തിയെന്നാണ് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു സ്കിന്നർ, ബിഹേവിയർ ഡിപ്പെൻഡ്സ് ഓൺ റിസൾട്ട്സ്. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, ഒരാളുടെ പെരുമാറ്റം കണ്ടോ, നമ്മൾ പതുക്കെ ബിഹേവിയറിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, അതായത് ഒരാളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും പെരുമാറുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. അക്കോർഡിംഗ് ടു, അപ്പോൾ ഈ ഓർത്ത് വയ്ക്കുക, അതായത് ഡിസൈൻ ഓഫ് ഓർഗനൈസേഷൻസ്, ട്രെയിനിങ് പ്രോഗ്രാം ആൻഡ് റിവാർഡ് സിസ്റ്റം, ആ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം മുന്നിൽ കൊടുത്തത്. അതുപോലെ തന്നെ ബിഹേവിയർ എന്തുമേ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, റിസൾട്ടുമേ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആൻഡ് ഹി സ്റ്റേറ്റഡ് ദാറ്റ് people show a desired behavior only if they are rewarded for it. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്, അതായത് നമ്മൾ വിചാരിച്ച പോലെ അവർ പെരുമാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് എന്ത് ചെയ്തിരിക്കണം, ഒരു റിവാർഡ് കൊടുത്തിരിക്കണം. അതായത് എന്തെങ്കിലും കിട്ടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാതെ അവർ വിചാരിക്കുന്ന പോലെയുള്ള ഒരു റെസ്പോൺസ് തരില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ബിഹേവിയർ അവർ കാഴ്ച വെക്കില്ല എന്നാണ് ദാറ്റ് ഈസ് BF സ്കിന്നർ പറയുന്നത്. A behavior is not repeated if an individual is not rewarded or punished for it. അതായത് എന്താണെന്നാണ് പറയുന്നത്, ഒരു ബിഹേവിയർ ഒരു ഇൻഡിവിജ്വൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല, അതായത് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് അവിടെ റിവാർഡ് കൊടുത്തില്ല എങ്കിൽ ആ ബിഹേവിയർ, അതായത് നമ്മൾ ഞാൻ ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം, ഇത്രയല്ലേ ഉള്ളൂ എന്നൊരു തിങ്കിങ് വരും എന്നാണ് പറയുന്നത്. അതേസമയം നമുക്കതിനൊരു റിവാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നമുക്കതിനൊരു ബോണസ് കിട്ടുകയോ എന്തെങ്കിലും ഇൻ മോണിറ്ററി ടേംസോ നോൺ മോണിറ്ററി ടേംസിലായാലും ശരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഡിസൈർഡ് ബിഹേവിയർ ഒരു ഇൻഡിവിജ്വൽ ചെയ്യുമെന്നാണ് BF സ്കിന്നർ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബിഹേവിയറൽ സയൻസ് തിയറിസ്റ്റ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത നെക്സ്റ്റ് വ്യക്തിയാണ് ഡേവിഡ് മെക്ലെലൻഡ് എന്നാണ്. ഡേവിഡ് മെക്ലെലൻഡ് എന്നാണ് പറയുന്നത്. His work has helped organizations to match the people with jobs and in redesigning the jobs for high achievers to motivate them. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡേവിഡ് മെക്ലെലൻഡിൻ്റെ തിയറി ഇത്രേ പറയുന്നുള്ളൂ. അതായത് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുക, അതായത് ആ ജോലിക്ക് പറ്റുന്ന രീതിയിൽ ആളുകൾ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക, അതായത് റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ് എന്നുള്ള രീതി തന്നെ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്നിട്ട് ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈ അച്ചീവേഴ്സ് ഉണ്ടാവില്ലേ, അതായത് നന്നായി ജോലി ചെയ്യുന്നവർ, നല്ല ഹൈ സ്കിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് എന്ത് ചെയ്യുക, ആ രീതിയിലുള്ള ജോലി കൊടുക്കുക. അവർക്ക് എളുപ്പമുള്ള ജോലി കൊടുക്കരുത്, നല്ല കഴിവുള്ള ഹൈ സ്കില്ലുള്ള ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള ഹൈ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ആ ഒരു രീതിയിലുള്ള, അതായത് വളരെ റിസ്കി ആയിട്ടുള്ള, വളരെ വർക്ക് അധികം നന്നായി ചെയ്യേണ്ടതായിട്ടുള്ള അങ്ങനത്തെ ജോലികൾ കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, ജോബ്സ് റീഡിസൈൻ ചെയ്യണമെന്നാണ് ഡേവിഡ് മെക്ലെലൻഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ പറയില്ലേ, ക്ലാസ്സിൽ ഇപ്പോൾ നല്ല റാങ്ക് വാങ്ങിക്കാനായിട്ട് ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത് നമ്മളൊരു റാങ്ക് എന്നുള്ള പ്രതീക്ഷയിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊരിക്കലും മറ്റുള്ളവരെ കുട്ടി വേർതിരിച്ചിട്ടല്ല നമ്മൾ ചെയ്യുക. പക്ഷേ ഹൈ അച്ചീവേഴ്സാണ്, അവർക്ക് ഹൈ എന്ത് ചെയ്യും, ഹൈ ടാർഗറ്റുകൾ അവർക്ക് കൊടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ഹാവ് റിസീവ്ഡ് അച്ചീവ്മെൻറ്റ് ട്രെയിനിങ് ഇൻ ഇന്ത്യ. നമുക്കിവിടെ പറഞ്ഞു തരണം, നമ്മൾ ഇന്ത്യയുടെ കേസാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അച്ചീവ്മെൻറ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറാണ് പറയുന്നത്, ദേ വർക്ക് ഫോർ ലോങ്ങർ അവേഴ്സ്.
നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അവിടെ ട്രെയിനിങ് കിട്ടിയാൽ നമ്മൾ എത്രയോ നേരം വേണമെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യും. ഇനീഷ്യേറ്റ് മോർ ന്യൂ ബിസിനസ് വെഞ്ചേഴ്സ്, പുതിയ പുതിയ ബിസിനസ് വെഞ്ചറുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ തുടക്കം ഇനീഷ്യേറ്റ് ചെയ്യും. മേക്ക് ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൊഡക്റ്റീവ് അസെറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അസെറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറാവുന്നതാണ് പറയുന്നത്. ആസ് കമ്പയർഡ് ടു പീപ്പിൾ ഹു ഡിഡ് നോട്ട് റിസീവ്ഡ് സച്ച് ട്രെയിനിങ്, ഇങ്ങനത്തെ ട്രെയിനിങ് കിട്ടാത്ത ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അച്ചീവ്മെൻറ്റ് ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യും, ഒരുപാട് പുതിയ പുതിയ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യുന്നു, ദേ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. ആൻഡ് എന്ത് ചെയ്യുന്നതാണ് മാത്രമല്ല ദേ ടേക്ക് ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും. അതായത് പ്രവർത്തിച്ചാൽ മതി. അതായത് ഹൈ ടാർഗറ്റുകൾ, ഹൈ അച്ചീവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈ ടാർഗറ്റുകൾ കൊടുക്കണമെന്നാണ് ഡേവിഡ് മെക്ലെലൻഡ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് ഈ ഒരു ഏറയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ഉള്ള നെക്സ്റ്റ് വ്യക്തിയാണ് ഫ്രെഡ് ഫീഡ്ലർ എന്നാണ് പറയുന്നത്. എന്താണ് ഫ്രെഡ് ഫീൽഡർ? ഹിസ് വർക്ക് ഇൻ ദ, ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണാൻ വഴിയില്ല, ഹിസ് വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് ലീഡർഷിപ്പ്, അദ്ദേഹം ലീഡർഷിപ്പിലേക്കാണ് അദ്ദേഹം ഫോക്കസ് ചെയ്ത് ആസ് എ ബിഗ് കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രോത്ത് ഓഫ് OB ആസ് എ ഡിസിപ്ലിൻ. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ലീഡർഷിപ്പിലായിരുന്നു. ആ ലീഡർഷിപ്പിലെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് OB ഒരു ഡിസിപ്ലിനായിട്ട് വളരാനായിട്ട് വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹി ഹൈലൈറ്റഡ് ദ സിറ്റുവേഷണൽ ആസ്പെക്ട്സ് എന്നാണ്, ചില സന്ദർഭങ്ങൾ, സിറ്റുവേഷണൽ ആസ്പെക്ട്സ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് ട്രൈഡ് ടു ഡെവലപ്പ് എ കംപ്ലീറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയർ. നമ്മൾ ലീഡർഷിപ്പൊക്കെ പഠിച്ച് വരുമ്പോൾ നമുക്കത് കൂടുതൽ നമുക്കത് കിട്ടും. അപ്പോൾ അത്രയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്, ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. അദ്ദേഹം ലീഡർഷിപ്പിനെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, ഒരു ലീഡറിലെ ചില സന്ദർഭങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും പെരുമാറേണ്ടതായിട്ട് വരിക. ആ രീതിയിലനുസരിച്ചിട്ട് ഒരു ലീഡർഷിപ്പ് ബിഹേവിയറിൻ്റെ ഒരു കംപ്ലീറ്റ് തിയറി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ് ഫ്രെഡ് ഫീഡ്ലർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, OB ഒരു ഡിസിപ്ലിനായിട്ട് വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഫ്രെഡറിക് ഹേഴ്സ്ബർഗ്. അപ്പോൾ ഹേഴ്സ്ബർഗ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി, ഹൈജീൻ ഫാക്ടേഴ്സ്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് അദ്ദേഹം ദാറ്റ് ഈസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈജീൻ ഫാക്ടേഴ്സ് ആൻഡ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് അപ്പോൾ കൃത്യമായിട്ട് ഏതാണ് ഹൈജീൻ, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ. ഹൈജീൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കമ്പനിയുടെ പോളിസീസ്, ക്വാളിറ്റി ഓഫ് സൂപ്പർവിഷൻ, റിലേഷൻ വിത്ത് അതേഴ്സ്, പേഴ്സണൽ ലൈഫ്, റേറ്റ് ഓഫ് പേ, ജോബ് സെക്യൂരിറ്റി, വർക്കിംഗ് കണ്ടീഷൻസ്. ഇതിനെയൊക്കെ നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് എന്നാണ് പറയുക. ഇനി മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അച്ചീവ്മെൻറ്റ്, കരിയർ അഡ്വാൻസ്മെൻറ്റ്, പേഴ്സണൽ ഗ്രോത്ത്, ജോബ് ഇൻട്രസ്റ്റ്, റെക്കഗ്നിഷൻ, റെസ്പോൺസിബിലിറ്റി. ക്ലിയർ? എന്താണ് ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് ചെയ്തത്? ഹേഴ്സ്ബർഗ്സ് തിയറി പഠിക്കുന്നതാണ് നമ്മൾ. He tried to find the answer to the question what individual want from their job. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട്, അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ക്ലാസ് ആവട്ടെ കുഴപ്പമില്ല, നമ്മൾ ആ ഹിസ്റ്ററി അങ്ങോട്ട് കഴിയും. വാട്ട് ഇൻഡിവിജ്വൽസ് വാണ്ട് ഫ്രം ദെയർ ജോബ്. അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ശ്രമിച്ചത്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ? ആൻഡ് ത്രൂ ഹിസ് സ്റ്റഡി he reached at a conclusion that people prefer jobs that provide recognition, achievement, responsibility and growth. എന്താണ് എങ്ങനെയുള്ള ജോലിയാണ് ആളുകൾക്ക് ഇഷ്ടം? അതായത് അവർക്ക് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്ന, ഓക്കെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന, എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ പറ്റുന്ന, സ്വയം വളരാൻ പറ്റുന്ന അങ്ങനെയുള്ള ജോലികളാണ് ആളുകൾ താല്പര്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ നിന്ന് ക്ലിയർ ആയത്. ഓൺലി ഹൈജീൻ ഫാക്ടേഴ്സ് വെർ നോട്ട് സഫിഷ്യൻറ്റ്. അദ്ദേഹത്തിന് അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആക്കി തിരിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്റ്റഡി നടത്തിയത്. അപ്പോൾ നമ്മളിവിടെ ഹൈജീൻ ഫാക്ടേഴ്സ് ഞാൻ കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ബോക്സിൽ കാണിച്ചിട്ടുണ്ട്. ആ ഹൈജീൻ ഫാക്ടേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് അദ്ദേഹം നടത്തിയത്. ദിസ് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം നമ്മുടെ OBയിൽ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്ഡ് ഇൻ എൻറിച്ചിങ് ദ ജോബ്സ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇൻ മോഡേൺ ഓർഗനൈസേഷൻ. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റഡിയുടെ ബേസിസിൽ നമ്മുടെ ഇന്നത്തെ മോഡേൺ ഓർഗനൈസേഷൻസിൽ എങ്ങനെയാണ് ഒരു ജോബ് എൻറിച്ച് ചെയ്യേണ്ടത്, അതായത് ജോബിൻ്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതും, അതേപോലെ തന്നെ അവരുടെ വർക്ക് ലൈഫ് എങ്ങനെ കൂട്ടാം എന്നതിന് എന്ത് ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും OB ഒരു ഡിസിപ്ലിനായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് എറ എന്ന് പറയുന്നത് ഇൻ പ്രസൻറ്റ് ടൈംസ്. ഇപ്പോൾ OB എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് അപ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം OB ഇൻ പ്രസൻറ്റ് ടൈംസ്.
ഓൺലി എ സിംഗിൾ തിയറി കനോട്ട് ഇംപ്രൂവ് ഓർഗനൈസേഷണൽ ഫംഗ്ഷനിങ് ആൻഡ് ഇഫക്റ്റീവ്നെസ്. അപ്പോൾ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന പോലെ നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഇതിൽ പഠിച്ചിട്ടുള്ള നമ്മളെ തിയറി എക്സ് പറഞ്ഞു, തിയറി വൈ പറഞ്ഞു, എന്താണ് എബ്രഹാം മാസ്ലോസിൻ്റെ തിയറി പറഞ്ഞു, ലീഡർഷിപ്പ് തിയറീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു സിംഗിൾ തിയറി മാത്രം എടുത്തുകൊണ്ട് നമുക്കൊരു ഓർഗനൈസേഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഫംഗ്ഷനിങ്ങോ ഇഫക്റ്റീവ്നെസ്സോ എടുക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, ഒരു കണ്ടിജൻസി അപ്രോച്ച് എന്നാണ് പറയുന്നത്. എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സർ. Therefore, a contingency approach is suggested എന്നാണ് പറയുന്നത്. And today, that is, our focus is on understanding the situational factors. അതായത് സിറ്റുവേഷൻസ് നോക്കുക, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. The situational factors and how they affect a behavior pattern of an individual. ആ സിറ്റുവേഷൻ നോക്കിയിട്ട് ആ സിറ്റുവേഷൻ ഒരു ഇൻഡിവിജ്വലിനെ അയാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ അതെങ്ങനെ അതിനെ ബാധിക്കുന്നു എന്നത് പഠിക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണെങ്കിൽ പോലും ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം നമുക്ക് ആപ്റ്റാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നത് ഏതാണ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ക്ലിയർ? ഇപ്പോൾ ഇതൊരു ലെങ്തി ക്ലാസ് ആയിട്ടുണ്ട്, പക്ഷേ ആ ഹിസ്റ്ററി ഒറ്റയടിക്ക് അത് മുറിച്ച് പറഞ്ഞാൽ അത് ശരിയാവില്ല. നിങ്ങൾ കുറേശ്ശായിട്ട് കണ്ടാൽ തീർത്തിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. മൈ ക്ലാസ്.